മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ ഹോട്ടൽ ഉടമ പിടിയിൽ. തൃശൂർ കുന്നംകുളത്ത് വെച്ചാണ് ദേവദാസിനെ പിടികൂടിയത്. പ്രതിയെ മുക്കം പോലീസ് ചോദ്യം ചെയ്യുന്നു. കേസിൽ ഇനി 2 പ്രതികൾ കൂടി പിടിയിലാകുന്നുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, വളരെ ഞെട്ടിപ്പിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ കുട്ടി ഫോണിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കടന്നു വന്ന് സംസാരിക്കുന്നതും എന്നെ വെറുതെ വിടൂ എന്ന് ആ കുട്ടി പറയുന്നതും അലറിക്കരയുന്നതും അതിനുശേഷമാണ് ആ കുട്ടി മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത്? പ്രതി ദേവദാസിനെ 3 പ്രതികളാണ് കേസിലുള്ളത്. ദേവദാസും ഹോട്ടൽ ഉടമയായിട്ടുള്ള ദേവദാസും സഹായികളായിട്ടുള്ള സുരേഷും റിയാസും, അങ്ങനെ 3 പേരായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടി താമസിക്കുന്ന ഹോട്ടൽ ലോഡ്ജിലെത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെ പീഡന ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി മാരകമായ പരിക്കുകളോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ആ കേസിലെ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസമായിട്ട് പ്രതികളിലേക്കൊന്നും എത്താൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് രാവിലെ തൃശൂർ കുന്നംകുളത്ത് വെച്ച് മുക്കം പോലീസ് തന്നെ ദേവദാസിനെ പിടികൂടിയിരിക്കുകയാണ്. അയാളെ ഇപ്പോൾ മുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അയാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസിൽ 3 പ്രതികളുണ്ട്. ഒരു റിയാസും സുരേഷും, 2 പേർ കൂടി പിടിയിലാവാനുണ്ട്. മാരകമായ പരിക്കുകളോടെയാണ് ഈ പെൺകുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടി പെൺകുട്ടി തന്റെ മുറിയിൽ വീഡിയോ ഗെയിം കളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പീഡന ശ്രമം ഉണ്ടാവുന്നത്. ആ സമയത്ത് വീഡിയോ ഗെയിമിന്റെ റെക്കോർഡിംഗ് ഓൺ ആയതിനാൽ ഇവർ വന്ന് കയറുന്നതും അല്ലെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് പെൺകുട്ടി ബഹളം വെക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. പേടിക്കേണ്ട, മാനം പോകും, ഭയപ്പെടേണ്ട എന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഈ പ്രതികൾ പെൺകുട്ടിയോട് പറയുന്നത് വളരെ കൃത്യമായിട്ട് ആ വീഡിയോ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതുമാണ്. പിന്നീട് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ആ താഴേക്ക് ചാടിയതിനു ശേഷം ഈ പ്രതികൾ ഒരാളായിട്ടുള്ള റിയാസ് തന്നെ പെൺകുട്ടിയെ വലിച്ചിഴച്ച് ഈ കെട്ടിടത്തിനകത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് തടഞ്ഞത്. അവിടെ നിന്ന് ഈ 3 പേരും രക്ഷപ്പെടുകയായിരുന്നു, ഒഴിവിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ദേവദാസിനെ മുക്കം പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യാത്ര ചെയ്തത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനുള്ള യാത്രക്കിടെയായിരുന്നു ദേവദാസ്. അതിനിടയിലാണ് മുക്കം പോലീസ് പിടികൂടുന്നത്. മറ്റു 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഇപ്പോൾ ദേവദാസിനെ മുക്കം പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് രേഖപ്പെടുത്തും. തുടർന്ന് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഗോകുൽ, ഈ സംഭവത്തിൽ ഈ പോലീസ് എന്താണ് പറയുന്നത്? കാരണം കുടുംബം ഇനിയും തെളിവുകൾ കയ്യിലുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പോലീസ് എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ ആണ് നമുക്ക് കൂടുതലായി ലഭിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. കാരണം ഇത്തരത്തിലൊരു സംഭവം നടന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയതിനു ശേഷവും ഈ 3 പേർ പെട്ടെന്ന് ഒളിവിൽ പോകുന്നു. അവരെ പിടികൂടാൻ സാധിക്കാത്തതിനാൽ വലിയ സമ്മർദ്ദം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വിവിധ BJP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് BJP അങ്ങോട്ടേക്ക് മാർച്ചൊക്കെ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് പോലീസിന്റെ ഒരു കാര്യം നമുക്ക് വ്യക്തമല്ല. സ്വാഭാവികമായിട്ട് ദേവദാസിനെ പിടികൂടിയതിനാൽ വരുന്ന നിമിഷങ്ങൾക്കകം തന്നെ ഒരു ബ്രീഫിംഗ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല വനിതാ കമ്മീഷനൊക്കെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. റൂറൽ SP-യോട് 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള സമ്മർദ്ദം എല്ലാ ഭാഗത്തുനിന്നും പോലീസിന്റെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് പോലീസിന്റെ മേൽ. അതിനാൽ തന്നെ പോലീസ് ഒരു വിശദീകരണത്തിന്, ഒരു മറുപടിക്കോ ഒന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ 1-ാം പ്രതിയെ പിടികൂടിയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ബ്രീഫിംഗ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു 2 പേരെ പിടികൂടാൻ കൂടി ഉള്ളതിനാൽ അത്തരത്തിലൊരു ബ്രീഫിംഗ് നിർബന്ധമാണ്. 3 മാസമേ ആയിട്ടുള്ളൂ ഈ പെൺകുട്ടി ഇവിടെ ജോലിക്ക് വന്നിട്ട്. പെൺകുട്ടിക്ക് നേരത്തെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു വിവരം കൂടെ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. മറ്റു ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ പങ്കുവെക്കാനുണ്ട് എന്ന് കുടുംബം കൂടെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും കേസിന് തെളിയിക്കാൻ അല്ലെങ്കിൽ മറ്റു പ്രതികളിലേക്ക് എത്താൻ ഒരു നിർണായകമായ തെളിവുകളാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുമായിട്ടും അവരുടെ കുടുംബവുമായിട്ടും നല്ല ബന്ധം ഇയാൾ പുലർത്തിയിരുന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ എടുത്തു കൊടുത്തത് ഈ ദേവദാസാണ് എന്ന് പറയപ്പെടുന്നു. അതിനും സ്ഥിരീകരിച്ച ഒരു വിവരം ലഭ്യമാകേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളുടെയൊക്കെ മുഴുവൻ വിവരങ്ങളും അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല എങ്കിൽ, പ്രതികളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് കുടുംബം പറയാൻ കാരണം പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനാലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തെളിവുകൾ പുറത്തുവിടാൻ കുടുംബം നിർബന്ധിതരായത്. ഇനിയും അറസ്റ്റ് ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നൊരു കാര്യമാണ് കുടുംബം പറയുന്നത്. അതിനിടയിലാണ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. മറ്റു നിയമ നടപടികളിലേക്കും വരുന്ന മണിക്കൂറുകൾ പറഞ്ഞു വയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഈ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ എന്നത് എന്തായിരിക്കും? അതായത്
ഇപ്പോൾ ആ കുട്ടി വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ആക്രമിക്കാൻ വരുന്നു അല്ലെങ്കിൽ മോശമായി പെരുമാറുന്നു. ആ സമയത്ത് ആ കുട്ടി റെക്കോർഡ് ചെയ്തതോ അറിയാതെ റെക്കോർഡായതോ ഒക്കെ ആവാം. ആ തെളിവുകൾ അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്തൊരു തെളിവും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. പക്ഷേ ഇതിന് മുൻപും ഇത്തരം ശല്യം ചെയ്യൽ ശ്രമങ്ങളൊക്കെ നടന്നു എന്നതിൻ്റെ തെളിവുകളാകാം. ആ കുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ച മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റ് തെളിവുകളോ ഒക്കെ ആവാം. അതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇതാദ്യമായല്ല. ഹോട്ടൽ മാത്രമായിരിക്കണമെന്നില്ല, വേറെ മറ്റു പെൺകുട്ടികൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, അവരിലേക്ക് കൂടെ ഇത്തരത്തിലുള്ള പീഡന ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇനിയും നടുക്കം വിട്ടുമാറാത്ത ഒരു സംഭവമാണത് എന്ന കാര്യത്തിൽ സംശയമില്ല. മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി ഹോട്ടൽ ഉടമ പിടിയിലായിരിക്കുന്നു. അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നാണ് ഗോകുൽ കെ വേണുഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.